1995 റിലീസ് ചെയ്ത അമേരിക്കൻ റൊമാൻറ്റിക് ഡ്രാമയാണ് ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് തന്നെയാണ്. സിനിമയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അമ്മ മരണപ്പെട്ട ശേഷം മൈക്കിളും കാരലീനും അവരുടെ ഹൈവേയിലുള്ള ഫാം ഹൗസിലേക്ക് വരികയാണ്. അമ്മയായ ഫ്രാൻസിസ്ക തൻ്റെ ഭർത്താവിൻ്റെ ശവക്കല്ലറയ്ക്കരികിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് പകരം തന്നെ ക്രിമേറ്റ് ചെയ്യണമെന്നും തൻ്റെ ചിതാഭസ്മം റോസ്മാൻ കവേർഡ് ബ്രിഡ്ജിന് മുകളിൽ നിന്നും താഴേക്ക് വിതരണമെന്നും റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അവർ അമ്പരന്ന് പോവുകയാണ്. പക്ഷെ മൈക്കിളിനും കാരലീനും അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവരമ്മയുടെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സ് തുറന്നു നോക്കുമ്പോൾ അത് കുറച്ച് ഫോട്ടോഗ്രാഫ്സും ഒരു താക്കോലും കുറച്ച് ലെറ്റേഴ്സും കാണാനിടയായി. ഫോട്ടോഗ്രാഫ് ഫ്രാൻസിസ്കയുടെ തന്നെയായിരുന്നു. ലെറ്റേഴ്സ് റോബർട്ട് കിൻകേഡ് എന്ന നാഷണൽ ജിയോഗ്രാഫിക് ജേർണലിസ്റ്റിൻ്റെ ആയിരുന്നു. പിന്നെ അതിലുണ്ടായിരുന്ന താക്കോൽ അവരുടെ അമ്മ റൂമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ ബോക്സിൻ്റെ ആയിരുന്നു. അവരെ ബോക്സ് തുറന്നു നോക്കുകയാണ്. ബോക്സിനുള്ളിൽ 3 ഹാർഡ് ബോർഡ് ബുക്സും പഴയ ക്യാമറകളും പിന്നെ കുറച്ച് നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻസും മാത്രമാണ് ഉണ്ടായിരുന്നു. മൈക്കിളും കാരലീനും ഫ്രാൻസിസ്കയുടെ നോട്ട്ബുക്ക് വായിച്ചു തുടങ്ങുമ്പോഴാണ് സിനിമ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. US-ലുള്ള ഹിസ്റ്റോറിക് ബ്രിഡ്ജസിൻ്റെ ഫോട്ടോസ് എടുക്കാനായി വരുന്ന നാഷണൽ ജിയോഗ്രാഫിക് ജേർണലിസ്റ്റായ റോബർട്ട് കിൻകേഡ് റോസ്മാൻ കവേർഡ് ബ്രിഡ്ജിലേക്കുള്ള വഴി അന്വേഷിച്ച് വരുന്നത് ഫ്രാൻസിസ്കയുടെ ഫാമിലിയിലേക്കായിരുന്നു. ഫ്രാൻസിസ്ക വഴി പറഞ്ഞു കൊടുക്കാനായി അയാളുടെ കൂടെ ട്രക്കിലേക്ക് കയറുന്നു. ആ യാത്രയിൽ അവർ ഒരുപാട് സംസാരിക്കുന്നു. അയാൾ സ്ട്രേഞ്ചർ ആയിരുന്നിട്ട് കൂടി അയാളുടെ ഈസി ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവൾക്ക് കഴിയുന്നു. അതിന് തിരിച്ച് വീട്ടിലാക്കിയ ശേഷം അയാളെ ചായ കുടിക്കാനായി ഫ്രാൻസിസ്ക വിളിക്കുന്നു. അവർക്കിടയിലുള്ള റാപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു. അവർ മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കുന്നു. പതിയെ ആ സൗഹൃദം പ്രണയമായി മാറുന്നു. പിന്നീട് അങ്ങോട്ടുള്ള 4 ദിവസം കൊണ്ട് റോബർട്ട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയായി മാറുന്നു. തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അതിർത്തിയായിരുന്ന ഫ്രാൻസിസ്കയ്ക്ക് തന്നെ മനസ്സിലാക്കുന്ന റോബർട്ടിനെ പോലെ ആളുടെ കൂടെ ജീവിക്കാൻ കൊതിയായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ കൂടെ ഇറങ്ങി വരാൻ അയാൾ ആവശ്യപ്പെട്ടപ്പോഴും തൻ്റെ ഫാമിലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ അവൾക്ക് മനസ്സ് തോന്നില്ല. റോബർട്ടിനോട് ഗുഡ് ബൈ പറയുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അവൾ റോബർട്ടിനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അയാൾ നാഷണൽ ജിയോഗ്രാഫിക്കിൽ നിന്ന് റിസൈൻ ചെയ്തിരുന്നു. അയാൾ എങ്ങോട്ട് പോയെന്നും ആർക്കും അറിയില്ലായിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം റോബർട്ടും മരണപ്പെട്ടെന്നാണ് പിന്നീട് അവൾക്ക് അറിയാൻ കഴിഞ്ഞത്. അയാളുടെ നിർദ്ദേശാനുസരണം അയാളുടെ ചിതാഭസ്മം ഫ്രാൻസിസ്കയുടെ ഓർമ്മയിൽ ലയിക്കാനെന്ന പോലെ റോസ്മാൻ കവേർഡ് ബ്രിഡ്ജിന് മുകളിൽ നിന്ന് താഴേക്ക് വിതരപ്പെട്ടിരുന്നു. ഫ്രാൻസിസ്കയുടെയും റോബർട്ടിനെയും പ്രണയത്തിന് ഡെപ്ത് മനസ്സിലാക്കിയ മൈക്കിളും കാരലീനും തൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. താൻ സ്വപ്നം കണ്ടിരുന്ന ജീവിതം ജീവിക്കാൻ കഴിയാത്തയുള്ള നിരാശയും താൻ അർഹിച്ചിരുന്ന സ്നേഹവും പരിഗണനയും തൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്തതിൻ്റെ വിഷമമായിരുന്നു ഫ്രാൻസിസ്കയെ റോബർട്ടിലേക്ക് അടുപ്പിച്ചത്. ഈ സിനിമയിൽ ഒരിക്കലും റിച്ചാർഡിനെ ഒരു മോശം ഭർത്താവായി കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് കാണാം ഫ്രാൻസിസ്ക തൻ്റെ ഫാമിലിയുടെ ഡിന്നർ കഴിക്കുമ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ പോലും ഉണ്ടാകുന്നില്ല. സ്വന്തം സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്ന റോബർട്ടിനോട് അവൾക്ക് എന്നൊരു അസൂയായിരുന്നു. റിച്ചാർഡ് തൻ്റെ അവസാന നാളുകളിൽ ഫ്രാൻസിസ്കയോട് നിൻ്റെ സ്വപ്നങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴും ഫ്രാൻസിസ്ക അയാൾക്കൊരു ചുംബനം നൽകിക്കൊണ്ട് നിശബ്ദമായി ക്ഷമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി മനോഹരമായ ലവ് സ്റ്റോറിയാണ്. ക്ലാസിക് ലവ് സ്റ്റോറീസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന രണ്ടാമത്തെ ലവ് സ്റ്റോറിയാണ് ഡേർട്ടി ഡാൻസിങ്. 1987 റിലീസ് ചെയ്ത അമേരിക്കൻ റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഡേർട്ടി ഡാൻസിങ്. സിനിമയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1963 സമ്മർ ബേബി എന്ന പെൺകുട്ടി തൻ്റെ ഫാമിലിയുടെ കൂടെ വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി തൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൾ ജോണി കാസ് എന്ന ഡാൻസ് ഇൻസ്ട്രക്ടറെ പരിചയപ്പെടുന്നു. ജോണിയുടെ മനോഹരമായ ഡാൻസ് മൂവ്മെൻറ്റ്സ് കണ്ടിട്ട് അവൾക്ക് ജോണിയുടെ ഭയങ്കരമായ ഇൻഫാക്ച്വേഷൻ തോന്നുകയാണ്. ജോണിയുടെ കസിൻ ബേബിയെ അവിടെയുള്ള റിസോർട്ട് സ്റ്റാഫിന് മാത്രമുള്ള ഡേർട്ടി ഡാൻസിങ് എന്ന സീക്രട്ട് പാർട്ടിക്ക് ക്ഷണിക്കുന്നു. ജോണിയുടെ ഡാൻസ് പാർട്ട്ണറായ പെന്നി ഗർഭിണിയാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അതിന് കാരണക്കാരനായ റോബി എന്ന വെയിറ്റർ അവളെ കൈയൊഴിയുന്നു. ഹെൽപ്ലെസ് ആയ പെന്നിയുടെ അബോർഷന് വേണ്ടി ബേബി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കാശ് കടം മേടിച്ച് അവർക്ക് കൊടുക്കുകയാണ്. പെന്നിക്ക് വരും ജോണിയുടെ കൂടെ ഡാൻസ് പാർട്ട്ണറായി പെർഫോം ചെയ്യാനുള്ള അവസരം ബേബിക്ക് കിട്ടുകയാണ്. ഡാൻസ് പ്രാക്ടീസിനിടയിൽ ജോണിയും ബേബിയും അഗാധമായ പ്രണയത്തിലാവുന്നു. ഡാൻസിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന മനോഹരമായ ലവ് സ്റ്റോറിയാണ് ഡേർട്ടി ഡാൻസിങ്. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ക്ലാസിക് ലവ് സ്റ്റോറീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.